ഛത്തീസ്ഗഡിലെ യുവ മാധ്യമപ്രവർത്തകനും യൂട്യൂബറുമായ മുകേഷ് ചന്ദ്രാകർ കൊലക്കിരയായ സംഭവം ഇന്ത്യൻ മാധ്യമ മേഖലയെ ഞെട്ടിച്ചിരിക്കുന്നു. അദ്ദേഹം കൊല്ലപ്പെട്ട സാഹചര്യം ഗൗരവപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്തുന്നു. റോഡ് നിർമ്മാണ പദ്ധതിയിലെ അഴിമതി അദ്ദേഹം പുറത്തു കൊണ്ടുവന്നിരുന്നു. ഒരു കരാറുകാരന്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്നാണ് മാധ്യമപ്രവർത്തകന്റെ മൃതദേഹം കണ്ടെടുത്തത്. കരാറുകാരന്റെ സഹായികൾ അറസ്റ്റിലായിട്ടുണ്ട്. സംഭവത്തെപ്പറ്റി വ്യക്തത ഇനിയും ഉണ്ടാകേണ്ടതുണ്ടെങ്കിലും സ്വന്തം തൊഴിൽ ആത്മാർത്ഥതയോടെ ചെയ്യുന്നതിൻ്റെ പേരിൽ കൊല്ലപ്പെടുന്ന, വേട്ടയാടപ്പെടുന്ന മാധ്യമപ്രവർത്തകർ ലോകത്തെങ്ങുമുണ്ട്, ഇന്ത്യയിലുമുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യത്തെ തന്നെ അപകടപ്പെടുത്താൻ പോകുന്ന പ്രവണതയാണ് ഇത്. കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ്സ് അന്വേഷണവും നിയമ നടപടികളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാവോയിസ്റ്റ് തീവ്രവാദ ഭീഷണിയുള്ള ബസ്താർ മേഖലയിലെ ഭരണകൂട അഴിമതികൾ ചന്ദ്രാകർ ബസ്താർ ജംഗ്ഷൻ എന്ന പ്രാദേശിക ചാനലിലൂടെ വെളിപ്പെടുത്തിയിരുന്നു. NDTVയുടെ പ്രാദേശിക ലേഖനമായിരുന്നു അദ്ദേഹം. പ്രസ് കൗൺസിലും അടിയന്തര അന്വേഷണം ആവശ്യപ്പെട്ടു. ചന്ദ്രാകറുടേത് മാധ്യമപ്രവർത്തനം പൊതുവിലും പ്രാദേശിക മാധ്യമപ്രവർത്തനം പ്രത്യേകിച്ചും നേരിടുന്ന വെല്ലുവിളിയാണ്. വേട്ടയാടപ്പെടുന്ന മാധ്യമപ്രവർത്തകർ വേറെയുമുണ്ട്. കശ്മീരി ജേർണലിസ്റ്റ് ഫഹദ് ഷാ 21 മാസമാണ് ജയിലിൽ കിടന്നത്. ഇപ്പോൾ ജമ്മു കശ്മീർ ഹൈക്കോടതി ജാമ്യത്തിൽ വിട്ടിരിക്കുന്നു. കുറ്റത്തിന് തെളിവില്ലെന്ന് കോടതി. അദ്ദേഹത്തിന്റെ പത്രമായ കശ്മീർ വാല സർക്കാർ കാരണം പറയാതെ നിരോധിച്ചു. കേരളത്തിലുമുണ്ട് ജേർണലിസം കുറ്റകൃത്യമായി കാണുന്ന സർക്കാർ. മാധ്യമം ലേഖകൻ അനിരു അശോകനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം. ചീഫ് എഡിറ്റർക്ക് നോട്ടീസ്. PSC വിവരങ്ങൾ ചോർന്നത് പുറത്തു കൊണ്ടുവന്നതാണ് കുറ്റം. ഉറവിടം വെളിപ്പെടുത്തണമെന്ന ആവശ്യം, ചോദ്യം ചെയ്യൽ, ഫോൺ പരിശോധനയ്ക്ക് ആവശ്യപ്പെടൽ. ജേർണലിസത്തെ കേരളത്തിലും ഭരണകൂടം ഭയക്കുന്നു. കോടതി സ്റ്റേ ചെയ്തതോടെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് തൽക്കാലം രക്ഷ. ലോകത്തെവിടെയും ഏത് സർക്കാരിന് കീഴിലും പൊതുവായി പറയാവുന്ന തത്വമാണ് ഇത്. മാധ്യമപ്രവർത്തനം ആരോഗ്യത്തിന് ഹാനികരം. ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു. വിശേഷങ്ങളും ദൃശ്യങ്ങളും mediascan@media1tv.in എന്ന വിലാസത്തിൽ അയക്കാം. പഴയ ലക്കങ്ങൾക്ക് Media One വെബ്സൈറ്റ് സന്ദർശിക്കുക. mediaoneonline.com/programs/mediascan എന്നതാണ് വിലാസം. youtube.com/mediascan media1 news എന്ന വിലാസത്തിലും ലഭ്യമാണ്.